ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ, കോട്ടയം. കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ജയിച്ചത് ജനഹിതം. സതീശന്റെ മുഖ്യമന്ത്രി പദം ജനവികാരത്തിന്റെ സമ്മർദ്ദത്തിൽ. ഇത് ജനാധിപത്യത്തിന്റെ പുതുവഴി. VD സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനം രൂക്ഷ വിമർശനവുമായി NSS. കോൺഗ്രസ് മുസ്ലിം ലീഗിന് കീഴടങ്ങിയെന്ന് ജനറൽ സെക്രട്ടറി. രമേശ് ചെന്നിത്തലയെ ഹൈക്കമാൻഡ് സ്ഥിരമായി അവഗണിക്കുകയാണെന്ന് G. സുകുമാരൻ നായർ. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച. കോട്ടയത്തെ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് AESFന്റെ പ്രതിഷേധ മാർച്ച്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കാഞ്ഞിരപ്പള്ളി ടൗണിൽ ട്രാഫിക് പരിഷ്കാരം. ഈ മാസം 18 മുതൽ 7 ബസ് സ്റ്റോപ്പുകൾ മാറ്റി സ്ഥാപിക്കും. റോഡരികിലെ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കും. TVS റോഡ് 1 വേ. വഴിയോരത്തെ ആക്രി കച്ചവടവും വഴിയോര കച്ചവടവും നിയന്ത്രിക്കും. വാർത്തകൾ വിശദമായി. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 10ാം ദിനം VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയാത്തത് വലിയ വീഴ്ചയായി മാധ്യമങ്ങളും പ്രതിപക്ഷവും ആഘോഷിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസിന് അനായാസം മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയാതെ വന്ന സാഹചര്യം ജനാധിപത്യത്തിന്റെ കരുത്തിനെയാണ് കാണിക്കുന്നതെന്ന് VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കേണ്ടി വന്നതിലൂടെ തെളിഞ്ഞിരിക്കുന്നു. മെയ് 4-ന് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും കേരളത്തിൽ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ കഴിയാതെ പോയത് വലിയ അപരാധമായി ചിത്രീകരിക്കപ്പെട്ടിരുന്നു. കേരളത്തിലെ പ്രധാന ദിനപത്രങ്ങൾ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച് മുഖപ്രസംഗങ്ങൾ എഴുതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വതസിദ്ധമായ ശൈലിയിൽ കോൺഗ്രസിനെ പരിഹസിച്ചു. തോൽവിയുടെ ആഘാതത്തിൽ ആകെ ഉലഞ്ഞ LDF പുതുശ്വാസം കിട്ടിയതുപോലെ സംസ്ഥാനം വലിയ പ്രതിസന്ധിയിലായി എന്ന് ഉദ്ഘോഷിച്ചു. ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണം കുറച്ചൊന്നു വൈകിയാൽ ഭരണഘടനാ പ്രതിസന്ധിയൊന്നും ഉണ്ടാവില്ലെന്ന് ഏവർക്കും അറിയാം. നിലവിലുള്ള നിയമസഭയുടെ കാലാവധി അവസാനിക്കും മുൻപ് അടുത്ത നിയമസഭാ രൂപീകരണം എന്നേയുള്ളൂ. ഭരണനിർവഹണ സംവിധാനം എന്ന എക്സിക്യൂട്ടീവ് മന്ത്രിസഭ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിലവിലുണ്ട്. അതുകൊണ്ട് ഭരണസ്തംഭനമൊന്നും ഉണ്ടാവുകയില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെയ് 2-ന് ഫലം വന്നിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനെ തീരുമാനിച്ചത് മെയ് 18-നാണ്. പാർട്ടിക്കുള്ളിൽ തർക്കങ്ങളില്ലാതിരുന്നതിനാൽ ആ കാലതാമസം അധികമാരും ശ്രദ്ധിച്ചതു തന്നെയില്ല. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വരികയും UDFന് ഭൂരിപക്ഷം ഉണ്ടാവുകയും ചെയ്തപ്പോൾ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യമുയർന്നു. ആരെയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയല്ല കോൺഗ്രസ് മത്സരിച്ചത്. കോൺഗ്രസ് നിയമസഭാ കക്ഷിയുടെ അഭിപ്രായം തേടി കോൺഗ്രസ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുകയെന്നതാണ് ആ പാർട്ടിയുടെ രീതി. അതനുസരിച്ച് കോൺഗ്രസിൽ നിന്നുള്ള നിയമസഭാംഗങ്ങളുടെ അഭിപ്രായം തേടി. ഭൂരിപക്ഷം പേരും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പേര് നിർദ്ദേശിച്ചു. എന്നാൽ അതിനെതിരെ UDF അണികളിലും പൊതുജനങ്ങളിലും അതിശക്തമായ വികാരം ഉണർന്നു. അധികാരവും ആത്മവിശ്വാസവും നഷ്ടപ്പെട്ട് മൃതപ്രായമായ കോൺഗ്രസിന് ആത്മവിശ്വാസം പകർന്ന് പുനരുജ്ജീവിപ്പിക്കുകയും UDFനെ സ്വപ്ന സമാനമായ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്ത VD സതീശന് അനുകൂലമായി ജനവികാരം സ്വാഭാവികമായി ഉണർന്നു. അത് പല രീതിയിൽ സംസ്ഥാനമെങ്ങും പ്രകടമായപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന് എളുപ്പത്തിൽ തീരുമാനമെടുക്കാൻ സാധ്യവുമായിരുന്നില്ല. സംസ്ഥാന കോൺഗ്രസിലെ ഭൂരിപക്ഷം നേതാക്കളും ഭൂരിപക്ഷം MLA-മാരും എല്ലാ സമ്മർദ്ദ ശക്തികളും KC വേണുഗോപാലിന് വേണ്ടി വാദിച്ചപ്പോൾ അത് അംഗീകരിച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്താൻ ഹൈക്കമാൻഡിന് എളുപ്പത്തിൽ കഴിയാതിരുന്നത് ജനവികാരം എതിരാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് VD സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും എന്ന് പറയുന്ന ഞങ്ങളുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയും. ഇവർ 3 പേരും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ്. തീർച്ചയായിട്ടും AICCയുടെ ഭാഗത്തു നിന്ന് അതുപോലെ തന്നെ നമ്മുടെ രാഹുൽ ഗാന്ധിയും ഖാർഗെജിയും ഉൾപ്പെടുന്ന ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നും നിർണായകമായിട്ടുള്ളൊരു തീരുമാനമാണ് ഇന്ന് കേരള ജനത ആഗ്രഹിച്ചൊരു തീരുമാനമാണ് ഇന്ന് വന്നിരിക്കുന്നത്. അത് നീതിപൂർവമായിട്ടുള്ള തീരുമാനം. ഞങ്ങളെല്ലാം അത് സർവാത്മന സ്വീകരിക്കുന്നതിനോടൊപ്പം ഇന്ന് ഞങ്ങൾ ആഹ്ലാദിക്കാൻ ഒരുങ്ങുകയാണ്. വോട്ട് ചെയ്ത് വെറുതെ ഇരിക്കുക മാത്രമല്ല, ജയിപ്പിച്ച കക്ഷിയെ കൊണ്ട് ശരിയായ തീരുമാനം എടുപ്പിക്കേണ്ടതും തങ്ങളുടെ കടമയാണെന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നത് ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രതീക്ഷ പകരുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് മത ജാതി സമ്മർദ്ദ ശക്തികളും പണവും ആധിപത്യം നേടുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജനാധിപത്യം അന്ത്യശ്വാസം വലിക്കുന്ന ഈ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ അടിച്ചേൽപ്പിക്കാൻ അങ്ങനെയങ്ങ് അനുവദിക്കില്ല എന്ന് സാധാരണ പാർട്ടി അണികളും ജനങ്ങളും തീരുമാനിച്ചതിന്റെ ഫലമായാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് തീരുമാനം വൈകിപ്പിക്കേണ്ടി വന്നത്. അതിനാൽ ആ അനിശ്ചിതത്വം ശുഭോദാർഘമായിരുന്നു. ജനാധിപത്യത്തിന്റെ ശോഭയാണ്. ന്യൂസ് ഡെസ്ക്, ക്യാബിനറ്റ് ന്യൂസ്.
VD സതീശൻ കേരള മുഖ്യമന്ത്രിയായതിൽ നാടിന്റെ വിവിധയിടങ്ങളിൽ ആഹ്ലാദ പ്രകടനം. പാമ്പാടി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രകടനം നടത്തി. നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് നടന്ന യോഗം പാമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് സിജു കെ ഐസക് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഗോപകുമാർ അധ്യക്ഷനായി. കേരളത്തിന്റെ ആഗ്രഹം നിറവേറിയെന്ന് അഡ്വക്കേറ്റ് സിജു കെ ഐസക് പറഞ്ഞു. ദോഷൈക ദൃക്കുകളെ വായടപ്പിച്ചുകൊണ്ട് 102 MLA-മാരുള്ള UDF ഇന്ന് അതിന്റെ നേതാവിനെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ 35 MLA-മാർ മാത്രമുള്ള LDF-ന് ഇതുവരെയും അവരുടെ പ്രതിപക്ഷ നേതാവിനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്ന സാഹചര്യം ഇരിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ വികാരവും ആഗ്രഹവും ജനാധിപത്യത്തിന്റെ ശക്തിയും കോൺഗ്രസിനുള്ളിലെ ഉൾപാർട്ടി ജനാധിപത്യവും എല്ലാം വിളിച്ചു പറയുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇന്ന് VD സതീശനെ കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുക വഴി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് UDF പ്രവർത്തകർ പാലായിൽ പ്രകടനം നടത്തി. ജനറൽ ആശുപത്രി പടിക്കൽ നിന്നും ആരംഭിച്ച പ്രകടനം ലാലം ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം DCC വൈസ് പ്രസിഡന്റ് ബിജു പുന്നത്താനം ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ പ്രൊഫസർ സതീഷ് ചൊള്ളാനി, സന്തോഷ് മണർകാട്, ടോണി തൈപ്പറമ്പിൽ, MP കൃഷ്ണൻ നായർ തുടങ്ങിയവർ പ്രകടനത്തിനും യോഗത്തിനും നേതൃത്വം നൽകി. നമുക്കെല്ലാവർക്കും അറിയാം, ഈ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ച ആ ജനവിധി നടപ്പിലാക്കി ചരിത്ര വിജയം 102 സീറ്റുകളുടെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വിജയം സമ്മാനിച്ചപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ചാനലുകളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഉണ്ടായിരുന്ന എല്ലാ അവിഖ്യാതികളെയും തെറ്റിദ്ധാരണകളെയും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ജനങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട് ഒരു തീരുമാനം ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ നടപ്പിലായിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. കേരളത്തിനൊരു പുതിയ മുഖ്യമന്ത്രിയെ ലഭിച്ചിരിക്കുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കേരളത്തിൽ ബാക്കി മന്ത്രിമാരുടെ ചുമതലയേറ്റുകൊണ്ട് കേരളത്തില് ഒരു പുതിയ ഗവൺമെന്റ് ഉണ്ടാകുമ്പോൾ ഈ നാടിന്റെ ജനങ്ങളുടെ വികാരമനുസരിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന, ജനങ്ങളുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റ് ഏതാനും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ നാടിന്റെ മണ്ണിൽ അധികാരത്തിൽ വരുമ്പോൾ അത് നമ്മുടെ പുതിയ ഒരു യുഗത്തിലേക്കുള്ള ഒരു മുന്നേറ്റമായിരിക്കും. മുഖ്യമന്ത്രിയായി VD സതീശനെ തെരഞ്ഞെടുത്ത കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. കോൺഗ്രസ് മുസ്ലിം ലീഗിന് കീഴടങ്ങിയെന്ന് അദ്ദേഹം ആരോപിച്ചു. രമേശ് ചെന്നിത്തലയെ തുടർച്ചയായി ഹൈക്കമാൻഡ് അവഗണിക്കുകയാണെന്നും G സുകുമാരൻ നായർ തുറന്നടിച്ചു. ജനാധിപത്യ മര്യാദകളോ കീഴ്വഴക്കങ്ങളോ പാലിക്കാതെയുള്ള തീരുമാനമാണ് VD സതീശന്റെ കാര്യത്തിൽ ഉണ്ടായതെന്ന് G സുകുമാരൻ നായർ ആരോപിച്ചു. ഈ തീരുമാനമായിരുന്നു ഹൈക്കമാൻഡ് എടുക്കേണ്ടിയിരുന്നതെങ്കിൽ ജനങ്ങളെ ഇത്രയും കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരുന്നു. MLA-മാരുടെ ഭൂരിപക്ഷം നോക്കി തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ട് ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയത് എന്തിനാണെന്നും അദ്ദേഹം ചോദിക്കുന്നു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ മുസ്ലിം ലീഗാണ് പ്രധാനമായും സമ്മർദ്ദം ചെലുത്തിയത്. കോൺഗ്രസ് ലീഗിന് കീഴടങ്ങിയതിന്റെ സൂചനയാണിത്. ഭരണത്തിലും ലീഗ് പിടിമുറുക്കുമെന്നതിന്റെ തെളിവാണിതെന്നും G സുകുമാരൻ നായർ വിമർശിച്ചു. ഈ തീരുമാനമെടുക്കാനായിരുന്നെങ്കിൽ ജനങ്ങളെ ഇത്രയും കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരുന്നു. സത്യത്തിൽ ഒരു ജനാധിപത്യ സംസനമാണ് നടന്നിരിക്കുന്നത്. കീഴ്വഴക്കങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. അത് പാലിക്കപ്പെടേണ്ടത് തന്നെയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് ലീഗിന് കീഴടങ്ങി എന്ന് വേണം പറയാൻ. രമേശ് ചെന്നിത്തലയെ കോൺഗ്രസ് തുടർച്ചയായി അവഗണിക്കുകയാണ്. മാനദണ്ഡങ്ങൾ നോക്കിയാൽ ചെന്നിത്തലയായിരുന്നു മുന്നിൽ നിൽക്കേണ്ടിയിരുന്നത്. രാജാവില്ലാത്ത കാലത്തെ രാജകുമാരനാണ് സതീശനെന്നും അദ്ദേഹം പരിഹസിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് മുമ്പും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇത്തവണയും ലീഗിന് തന്നെ വകുപ്പ് നൽകുന്ന സ്ഥിതിയാണ്. ഇത് വർഗീയത രൂക്ഷമാക്കാൻ കാരണമാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഈ ആക്ഷേപത്തിന് മുമ്പ് പലരും ഉന്നയിച്ചിട്ടുള്ള ഈ വിദ്യാഭ്യാസ വകുപ്പ് ഒരു കോൺഗ്രസിനെ പോലെയുള്ള ഒരു പാർട്ടി ഏറ്റെടുക്കണം, ജനകീയ പ്രസ്ഥാനം ഏറ്റെടുക്കണം, പാർട്ടിയെ ഏറ്റെടുക്കണം എന്ന് ആവശ്യപ്പെട്ടതാണ്. അന്നൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അന്നൊക്കെ സമ്മർദ്ദത്തിൽ നിന്നു. അതായത് വിദ്യാഭ്യാസ വകുപ്പ് ലീഗ് കൈകാര്യം ചെയ്താൽ അവിടെ സാമൂഹിക നീതി ഉറപ്പാവില്ല എന്നുള്ളതാണോ NSSന്റെ നിലപാട്? തീർച്ചയായിട്ടും ഞാൻ അക്കമിട്ട് പറയുന്നു. തീർച്ചയായിട്ടും അവരുടെ കാര്യം കഴിഞ്ഞിട്ട് കാര്യങ്ങൾ നോക്കുകയുള്ളൂ.
എല്ലാവരും അങ്ങനെ ആയിരിക്കാം, പക്ഷേ ഇത് കുറച്ച് കൂടുതലാണ്. സതീശനെ തിരഞ്ഞെടുത്ത രീതിയിലുള്ള പ്രതിഷേധം തുടരുമെന്ന സൂചനയാണ് NSS ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾ നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച് കോട്ടയത്ത് AISFന്റെ പോസ്റ്റ് ഓഫീസ് മാർച്ച് തടയാൻ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ തകർത്ത പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നീറ്റ് UG റദ്ദാക്കിയതിൽ പ്രതിഷേധവുമായി AISF കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കായിരുന്നു മാർച്ച് തടയാൻ പോലീസ് റോഡിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നു. ബാരിക്കേഡ് ഭേദിക്കാൻ സമരക്കാർ ശ്രമിച്ചപ്പോൾ പോലീസ് അവർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പലതവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടും സമരക്കാർ പിന്മാറിയില്ല. NDA സർക്കാരിന്റെ കാലത്ത് പലതവണ നീറ്റ് പരീക്ഷ അട്ടിമറിക്കപ്പെട്ടുവെന്നും സമരം ഉദ്ഘാടനം ചെയ്ത AISF സംസ്ഥാന പ്രസിഡന്റ് ബിപിൻ എബ്രഹാം പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ഭാവി കയ്യിലിട്ടുകൊണ്ട് അമ്മാനമാടുന്ന തരത്തിലേക്ക്, വിദ്യാർത്ഥികളുടെ ഭാവിക്ക് പുല്ലുവില കൊടുക്കുന്ന തരത്തിലേക്കുള്ള പ്രവണതകളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ 22 ലക്ഷം വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷ മെയ് മാസം 3-ാം തീയതി എഴുതിയ പരീക്ഷ റദ്ദാക്കപ്പെടുകയാണെന്ന് യാതൊരുവിധ ഉളുപ്പുമില്ലാതെ, യാതൊരുവിധ മാനക്കേടുമില്ലാതെ ഈ രാജ്യത്തിന്റെ 22 ലക്ഷം വരുന്ന വിദ്യാർത്ഥികളുടെ മുൻപിൽ തുറന്നു പറയുവാൻ ഒരു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഒരു തട്ടിക്കൂട്ട് സ്ഥാപനത്തിന് സാധിച്ചപ്പോൾ ഈ രാജ്യത്തിലെ 22 ലക്ഷം വരുന്ന വിദ്യാർത്ഥികളുടെ മുഖത്തു നോക്കി ആ വിദ്യാർത്ഥികളെ അപമാനിക്കുന്നതിന് തുല്യമായ സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നീറ്റ് പരീക്ഷയിൽ ഇത് ആദ്യമായിട്ടല്ല ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച ഉണ്ടാവുന്നത്. വിവിധ തവണകളിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് ജിജോ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അഖിൽ CP, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ജോൺ V ജോസഫ്, AIYF നേതാവ് രഞ്ജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി ടൗണിലെ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കുന്നതിനായുള്ള പരിഷ്കരണം ഈ മാസം 18 മുതൽ നടപ്പാക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിൻ പ്രകാരം ടൗണിൽ റോഡിന് ഇരുവശത്തെയും അനധികൃത പാർക്കിംഗ് നിരോധിക്കും. ടൗണിലെ 7 ബസ് സ്റ്റോപ്പുകൾ സ്ഥാനം മാറ്റും. കാഞ്ഞിരപ്പള്ളി ടൗണിനെ വർഷങ്ങളായി തുടരുന്ന ശാപമായ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കുന്നതിന് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുതിയ പരിഷ്കാരം നടപ്പാക്കുന്നു. ഈ മാസം 18 മുതൽ പുതിയ പരിഷ്കാരം നിലവിൽ വരുത്തുമെന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞിരപ്പള്ളി 26-ാം മൈൽ മുതൽ കുരിശുകവല വരെയാണ് അഴിയാത്ത കുരുക്ക്. പഞ്ചായത്ത് പ്രസിഡന്റ് സുനി പത്യാലയുടെ അധ്യക്ഷതയിൽ ഏപ്രിൽ 22-ന് നടന്ന ട്രാഫിക് റെഗുലേറ്ററി സഭാ കമ്മിറ്റിയിൽ എടുത്ത തീരുമാനമാണ് 18 മുതൽ നടപ്പാക്കുന്നത്. ഇതിൻ പ്രകാരം ടൗണിലെ റോഡിന്റെ ഇരുവശത്തെയും അനധികൃത പാർക്കിംഗ് നിരോധിക്കും. കുരിശങ്കൽ വെയിറ്റിംഗ് ഷെഡിലെ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കും. കൂടാതെ ബസ് സ്റ്റാൻഡിനുള്ളിൽ ബസ്സുകൾ കൂടാതെ പ്രൈവറ്റ് വാഹനങ്ങൾ സഞ്ചരിക്കുന്നതും പാർക്ക് ചെയ്യുന്നതും നിരോധിക്കും. പേട്ടക്കവല മുതൽ പൂതക്കുഴി വരെയുള്ള റോഡിൽ ആക്രി കച്ചവടം, വഴിയോര കച്ചവടം എന്നിവ ഒഴിവാക്കും. ടൗണിലെ 7 ബസ് സ്റ്റോപ്പുകൾ മാറ്റി സ്ഥാപിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സുനി പത്യാല പറഞ്ഞു. പ്രധാനമായിട്ടും 7 ബസ് സ്റ്റോപ്പുകൾക്ക് നമ്മൾ മാറ്റം വരുത്തുന്നുണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ കുരിശിങ്കൽ ജംഗ്ഷനിൽ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും, അതായത് കോട്ടയം ചങ്ങനാശ്ശേരി സൈഡിൽ നിന്നും കിഴക്കോട്ട് പോകുന്ന ബസ്സുകൾ കുരിശിങ്കൽ ജംഗ്ഷനിൽ ഇപ്പം പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നിന്നും 30 മീറ്റർ മുന്നോട്ട് മാറ്റി നിർത്തണം. അതുപോലെ കിഴക്ക് നിന്നും കോട്ടയം ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ കുരിശിങ്കൽ ഭാഗത്ത് നിലവിലുള്ള ഓട്ടോ സ്റ്റാൻഡിൻ്റെ അതിൻ്റെ മുമ്പിലാണ് ഇപ്പം നിർത്തുന്നത്. ഇനി മുതൽ നമ്മുടെ വെയിറ്റിംഗ് ഷെഡിൻ്റെ മുൻപിലാണ് നിർത്തേണ്ടത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. വെയിറ്റിംഗ് ഷെഡിൻ്റെ മുമ്പിൽ ബസ് ബേയോട് ചേർത്ത് നമ്മൾ നിർത്തണം. അവിടെ നമ്മൾ സൈൻ ബോർഡുകൾ പ്രത്യേകം സ്ഥാപിക്കുന്നതാണ്. അതുപോലെ മണിമല ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ടേക്ക് എ ബ്രേക്കിന് സമീപമാണ് നിർത്തേണ്ടത്. തമ്പലക്കാട്ട് ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ജനതാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റോറിന് എതിർവശത്ത് നിർത്തണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തമ്പലക്കാട് സൈഡ് പോകുന്ന ആ ഭാഗത്ത് 1 സൈഡ് പാർക്കിംഗ് ആണ് അനുവദിച്ചിരിക്കുന്നത്. കടമപ്പുഴ ആശുപത്രിയുടെ സൈഡിൽ നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. പ്രത്യേകം നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ അവിടെ പേ ആൻഡ് പാർക്ക് സൗകര്യമുണ്ട്. അത് മാക്സിമം യാത്രക്കാരെ പ്രയോജനപ്പെടുത്തണമെന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. 5-മത് നമ്മൾ ഈരാറ്റുപേട്ട ഭാഗത്തു നിന്നും കാഞ്ഞിരപ്പള്ളിയിലേക്ക് വരുന്ന ബസ്സുകൾ മുത്തൂറ്റ് ബാങ്കിൻ്റെ മുമ്പിലാണ് നിർത്തേണ്ടത്. 6-മത് പടിഞ്ഞാറ് ഭാഗത്തു നിന്നും പേട്ടക്കോല ഭാഗത്ത് കിഴക്കോട്ട് പോകുന്ന ബസ്സുകൾ അലീന ഗിഫ്റ്റ് ഹൗസിൻ്റെ മുൻഭാഗത്തായിട്ട് നിർത്തേണ്ടതാണ്. പേട്ടക്കവലയിലെ കിഴക്ക് ഭാഗത്തേക്കുള്ള ബസ്സുകൾ നിലവിലുള്ള വെയിറ്റിംഗ് ഷെഡിൻ്റെ മുമ്പിൽ നിന്നും ആനക്കുഴി മെഡിക്കൽസിൻ്റെ ഭാഗത്തേക്ക് മാറ്റി നിർത്തേണ്ടതാണ്.
ഇത്രയുമാണ് നമ്മൾ ബസ് സ്റ്റോപ്പുകളിൽ വരുത്തുന്ന പ്രധാനമായ മാറ്റങ്ങൾ. ബസ് സ്റ്റാൻഡിനുള്ളിൽ ബസ്സുകളും ഗുഡ്സ് വാഹനങ്ങളും ഒഴികെ മറ്റൊരു വാഹനങ്ങളും രാത്രി 7 മണി വരെ പ്രവേശിക്കുവാൻ പാടുള്ളതല്ല. കാഞ്ഞിരപ്പള്ളിയിലെ വ്യാപാരികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വ്യാപാര സ്ഥാപനങ്ങളിൽ രാവിലെ 8 മണി മുതൽ 10:30 വരെയും വൈകുന്നേരം 3 മണി മുതൽ 5:30 വരെയും ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ നടപ്പാതകൾ കയ്യേറി കച്ചവടം ചെയ്യുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ്. പുൽപ്പേർ ടെക്സ്റ്റൈൽസിൻ്റെ മുൻവശം മുതൽ TVS റോഡ് വരെയുള്ള ഭാഗത്ത് വാഹനങ്ങൾ 10 മിനിറ്റിൽ കൂടുതൽ പാർക്ക് ചെയ്യുന്നത് ശിക്ഷാർഹമായിരിക്കും. കാഞ്ഞിരപ്പള്ളി ടൗണിൻ്റെ റോഡിൻ്റെ ഇരുവശത്തെയും അനധികൃത പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു. കിഴക്ക് ഭാഗത്തു നിന്നും ഈരാറ്റുപേട്ട ഭാഗത്തു നിന്നും അക്കരപ്പള്ളിയിലേക്ക് പോകേണ്ട വാഹനങ്ങൾ ഈരാറ്റുപേട്ട റോഡ് വഴി അക്കരപ്പള്ളിയിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. അവിടെ നമ്മൾ സൈൻ ബോർഡുകൾ പ്രത്യേകം സ്ഥാപിക്കുന്നതാണ്. കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നുള്ള വാഹനങ്ങൾ റോഡിൻ്റെ ഇടതുവശത്തുകൂടി മാത്രം KK റോഡിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. വലതുവശത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ഇടത്തേക്ക് ഇറങ്ങി പേട്ടക്കവലയിൽ U-ടേൺ എടുത്ത് പോകേണ്ടതാണ്. അക്കരപ്പള്ളിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും KK റോഡിലേക്ക് യാതൊരു കാരണവശാലും വാഹനങ്ങൾ വലത്തേക്ക് തിരിഞ്ഞ് ഇറങ്ങുവാനായിട്ട് പാടില്ല. അതുപോലെ നമ്മൾ TVS റോഡ് 1 വേ ആക്കുകയാണ്. അങ്ങോട്ട് വാഹനങ്ങൾക്ക് കയറി പോകാം, ഇറങ്ങി യാതൊരു കാരണവശാലും പോകുവാനായിട്ട് അനുവദിക്കത്തില്ല. അത് പ്രത്യേകം എല്ലാവരും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. TVS റോഡ് 1 വേ ആണ്. അതുവഴി വാഹനങ്ങൾ കയറി പോകാൻ മാത്രം ആ റോഡ് യൂസ് ചെയ്യുക. TVS റോഡ് 1 വേ ആക്കും. ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പരിഷ്കാരങ്ങൾ പൂർത്തിയാക്കുമെന്നും ഇതിനായി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്നും കാഞ്ഞിരപ്പള്ളി CI CK മനോജ് പറഞ്ഞു. കൂടാതെ പൊതുജനങ്ങളുടെ സഹകരണത്തോടെ 26 മൈൽ, പൂതക്കുഴി, പേട്ടക്കവല, ബസ് സ്റ്റാൻഡ്, കുരിശുങ്കൽ എന്നിവിടങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുമെന്നും കാഞ്ഞിരപ്പള്ളി വഴി കടന്നുപോകുന്ന പ്രൈവറ്റ് ബസ്സിലെ ജീവനക്കാർക്ക് ID കാർഡുകൾ നിർബന്ധമാക്കുമെന്നും CI CK മനോജ് പറഞ്ഞു. ക്യാമറകൾ അപര്യാപ്തത വളരെ കുറവാണ്. അതിനകത്ത് പൊതുജനങ്ങളുമായി ചേർന്ന് ഒരു 6 സ്ഥലങ്ങളിൽ ഒരു ക്യാമറ സർവൈലൻസ് സിസ്റ്റം സ്ഥാപിച്ചിട്ട് അതിൻ്റെ ഒരു സർവൈലൻസ് സ്റ്റേഷനിലെത്തത്തക്ക രീതിയിലുള്ള ഒരു ആലോചനകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. 1-2 ആൾക്കാരുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. വ്യാപാരി അസോസിയേഷനുമായിട്ടും ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 26 പൂതക്കുഴി, പേട്ടക്കവല, ബസ് സ്റ്റാൻഡ്, അതിൻ്റെ കുരിശുകവല ഇത്രയും കവർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം ടൗണെല്ലാം കവർ ചെയ്യത്തക്ക രീതിയിൽ ഒരു CCTV ക്യാമറ സർവൈലൻസ് സിസ്റ്റം കൊണ്ടുവരാൻ പറ്റും. പിന്നെ പഞ്ചായത്തിൻ്റെ നിലവിലുള്ള CCTV ക്യാമറ സിസ്റ്റം കൂടി പോലീസിൻ്റെ കിട്ടത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. അതിന് ആവശ്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. പിന്നെ സ്കൂൾ ഓപ്പണിങ്ങിന് വരികയാണ്, മഴക്കാലവും വരുവാണ്. അപ്പം അപകടങ്ങളും മറ്റും കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് പ്രൈവറ്റ് ബസ്സുകൾ, സ്കൂൾ ഓപ്പണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പ്രൈവറ്റ് ബസ്സിലുള്ള ആൾക്കാർക്ക് ID കാർഡ്, തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കാനുള്ള ഒരു നടപടികളിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമായ നിർദ്ദിഷ്ട കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ പണികൾ ഈ മാസം 14-ന് പുനരാരംഭിക്കും. മിനി ബൈപ്പാസിന്റെ പണികളും ഉടൻ ആരംഭിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ട്രാഫിക്കിൽ വരുന്ന മാറ്റങ്ങൾ അറിയിക്കാനായി വിവിധയിടങ്ങളിൽ സൈൻ ബോർഡുകൾ സ്ഥാപിക്കുമെന്നും അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. സർക്കാർ ഭൂമി പഞ്ചായത്ത് ആസ്തി രജിസ്റ്റർ രേഖപ്പെടുത്തിയില്ല എന്ന ആരോപണത്തിൽ പാലായിൽ ഒറ്റയാൾ സമരം. സിവിൽ സ്റ്റേഷന് മുന്നിലാണ് മരങ്ങാട്ടുപള്ളി സ്വദേശി ജോജി ജോൺ ഒറ്റയാൾ സമരം നടത്തുന്നത്. സർക്കാർ ഭൂമി പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയില്ല എന്നാരോപിച്ച് പാലാ സിവിൽ സ്റ്റേഷന് മുന്നിൽ ഒറ്റയാൾ സമരവുമായി മരങ്ങാട്ടുപള്ളി കുര്യനാട് സ്വദേശി ജോജി ജോൺ. മരങ്ങാട്ടുപള്ളി 2-ാം വാർഡിൽ ഉൾപ്പെട്ടതും വർഷങ്ങളായി സർക്കാരിന്റെ പേരുള്ളതുമായ ഭൂമിയാണ് ഇതുവരെയും പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് ജോജി ആരോപിക്കുന്നത്. 7 കുടുംബങ്ങൾ ഇപ്പോൾ ഇത് നടപ്പുഴയെ ഉപയോഗിക്കുകയാണ്. പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തി ഈ വഴി കൂടുതൽ ഗതാഗത യോഗ്യമാക്കണം എന്നാണ് ജോജിയുടെ ആവശ്യം. അധികാരികൾക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും പരിഹാരം ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഒറ്റയാൾ സമരവുമായി ജോജി രംഗത്തെത്തിയിട്ടുള്ളത്. വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രശ്നത്തിൽ പരിഹാരമുണ്ടാക്കാമെന്ന് ഉറപ്പു നൽകിയിട്ടും പഞ്ചായത്ത് അധികൃതർ തുടർ നടപടികൾ സ്വീകരിച്ചില്ല എന്നാണ് പരാതി. താലൂക്ക് അദാലത്തിൽ എനിക്ക് വിധിയുണ്ടായി. 13/12/24 തീയതി നടന്ന താലൂക്ക് അദാലത്തിൽ മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് സെക്രട്ടറി സഹകരണ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ വഴി ആസ്തി രജിസ്റ്ററിൽ ചേർക്കാൻ ഓർഡർ ആയതാണ്. ഇത് ഓർഡർ ആക്കണമെങ്കിൽ ഇവിടുന്ന് തഹസീൽദാരുടെ ഇവിടുന്ന് റിപ്പോർട്ട് വന്ന് സർവേയർ അളന്ന് പഞ്ചായത്തിന് കൊടുക്കേണ്ടതാണ്. പഞ്ചായത്തിന് ഒരു പ്രാവശ്യം അവിടെ അളക്കാനായിട്ട് ആൾ വന്നു. എന്നിട്ട് ആൾക്കാർ വന്നില്ലെന്നും പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് ഒപ്പിടിയിച്ച്, പഞ്ചായത്ത് വന്നില്ലെന്നും പറഞ്ഞാണ് ഞങ്ങളെ കൊണ്ട് ഒപ്പിടിയിച്ചോട്ട് പോയത്. ഞങ്ങളെല്ലാ കക്ഷികളും അവിടെ വന്നിരുന്നതാണ്. എന്നിട്ട് ഇവിടെ ഞാൻ
കഴിഞ്ഞ പിന്നെ ഇങ്ങനെ ഓടി നടന്നിട്ട് നടക്കാതെ വന്നപ്പോൾ കഴിഞ്ഞ മാസം ഞാനിവിടെ വന്ന് വിവരാവകാശ മേടിച്ച റെക്കോർഡിൽ പറയുന്നു അവിടെ വന്ന് സ്ഥല ഉടമകൾ ആരും വരാത്തത് കൊണ്ട് ഇത് നടത്തുന്നത്. ഞങ്ങൾ സ്ഥല ഉടമകളെല്ലാം വന്നതാ എന്ന് പറഞ്ഞാൽ ആ ആൾ ഇവിടുന്ന് ആ സർവേർ ഇവിടുന്ന് സ്ഥലം മാറി പോയി കഴിഞ്ഞു. വീണ്ടും ഇവിടെ മാസങ്ങൾ കഴിഞ്ഞു. ഇപ്പം ടോട്ടൽ ഈ വിധി ഉണ്ടായിട്ട് 17 മാസം കഴിഞ്ഞു. അതുകൊണ്ട് ഉടൻ തന്നെ ഈ D1149/83/18 ഫയലിൽ തീരുമാനമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സമരം ഇരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ മാർസ്ലിവ മെഡിസിറ്റി ക്ലിനിക്കൽ സൈക്കോളജി വിഭാഗത്തിന്റെയും പാലാ സെന്റ് തോമസ് കോളേജ് മനഃശാസ്ത്ര വിഭാഗത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പഠനത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന വിദ്യാർത്ഥികൾക്കായി 5 ദിവസത്തെ കോഗ്നിറ്റീവ് സ്കിൽ എൻഹാൻസ്മെന്റ് ഗ്രൂപ്പ് തെറാപ്പി പ്രോഗ്രാം നടത്തുന്നു. ഈ മാസം 18 മുതൽ 22 വരെ സെന്റ് തോമസ് കോളേജിലാണ് പരിശീലനം. ആർട്ട് ആൻഡ് പ്ലേ അടിസ്ഥാനമാക്കിയുള്ള തെറാപ്പികൾ, മാതാപിതാക്കൾക്കുള്ള കൗൺസിലിംഗ് എന്നിവ ഉൾപ്പെട്ടതാണ് പ്രോഗ്രാം. വിവരങ്ങൾക്ക് 9188952779 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും രാമപുരത്ത് കനത്ത നാശനഷ്ടം. 20 വീടുകളാണ് തകർന്നത്. കഴിഞ്ഞ ദിവസം രാമപുരം പഞ്ചായത്തിലുണ്ടായ കാറ്റിലും മഴയിലും കനത്ത നാശനഷ്ടമുണ്ടായി. 2 വീടുകൾ പൂർണ്ണമായും 18ഓളം വീടുകൾ ഭാഗികമായും തകർന്നു. വീടുകൾക്ക് തന്നെ 45 ലക്ഷം രൂപയുടെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അധികൃതർ പറയുന്നു. 5 കോടിയിൽ പരം രൂപയുടെ കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തു. കൂടപ്പലം മഴവണ്ണൂർ ഓമനാമോഹന്റെ വീടിന് ഇടിമിന്നലേറ്റ് ഭിത്തി തകരുകയും വയറിംഗ് കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. നാശനഷ്ടം സംഭവിച്ച കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് മീനച്ചിൽ തഹസിൽദാർക്കും രാമപുരം പഞ്ചായത്ത് സെക്രട്ടറിക്കും മാനസികാപ്പൻ MLAയും പഞ്ചായത്ത് പ്രസിഡന്റ് KK ശാന്താറാമും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. പൊൻകുന്നത്ത് അറേബ്യൻ മന്തിയുടെ കലവറയുമായി സഹാബി യമനി മന്തി പ്രവർത്തനം തുടങ്ങി. പാലാ റോഡിൽ വട്ടക്കാട്ട് ബിൽഡിംഗിലാണ് സ്ഥാപനം. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് TN ഗിരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടോമി ഡൊമിനിക്, രാജേഷ്, സുനിൽ, മുഹമ്മദ് ഷാഫി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചിക്കൻ മന്തി, ബീഫ് മന്തി, അൽഫാം പെരി പെരി മന്തി, അൽഫാം പെപ്പർ മന്തി തുടങ്ങിയവ ലഭിക്കും. കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ മന്തിക്കടയാണിത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജയിച്ചത് ജനഹിതം. സതീശന്റെ മുഖ്യമന്ത്രി പദം ജനവികാരത്തിന്റെ സമ്മർദ്ദത്തിൽ. ഇത് ജനാധിപത്യത്തിന്റെ പുതുവഴി. VD സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനം രൂക്ഷ വിമർശനവുമായി NSS. കോൺഗ്രസ് മുസ്ലിം ലീഗിന് കീഴടങ്ങിയെന്ന് ജനറൽ സെക്രട്ടറി. രമേശ് ചെന്നിത്തലയെ ഹൈക്കമാൻഡ് സ്ഥിരമായി അവഗണിക്കുകയാണെന്ന് G സുകുമാരൻ നായർ. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച. കോട്ടയത്തെ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് AISFന്റെ പ്രതിഷേധ മാർച്ച്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കാഞ്ഞിരപ്പള്ളി ടൗണിൽ ട്രാഫിക് പരിഷ്കാരം. ഈ മാസം 18 മുതൽ 7 ബസ് സ്റ്റോപ്പുകൾ മാറ്റി സ്ഥാപിക്കും. റോഡരികിലെ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കും. TVS റോഡ് 1 വേ. വഴിയോരത്തെ ആക്രി കച്ചവടവും വഴിയോര കച്ചവടവും നിയന്ത്രിക്കും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.